ചന്തുവിനെ ജയിക്കാൻ ഇവർക്കാവില്ല. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബാലൻ വിളക്കുമാടം. നമ്മൾ ഇന്നത്തെ വിഷയം 3.5 പതിറ്റാണ്ട് മുൻപ് വടക്കൻ വീരഗാഥ എന്ന ആ മഹത്തായ ചിത്രം ഹരിഹരൻ സാറും അതുപോലെ തന്നെ MT വാസുദേവൻ നായരും ഒരുമിച്ചൊരുക്കിയ ആ പടം ഈ ഭാരതപ്പുഴയിൽ വെച്ചാണ് ഷൂട്ടിംഗ് നടന്നത്. ഇന്ന് അതേ വടക്കൻ വീരഗാഥ തന്നെ ഈ പുതുതലമുറയ്ക്ക് വേണ്ടി 35 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വടക്കൻ വീരഗാഥ തിയേറ്ററിലേക്ക് വരികയാണ്. ഈ അവസരത്തിൽ വടക്കൻ വീരഗാഥ 35 വർഷങ്ങൾക്ക് മുൻപ് തയ്യാറാക്കുമ്പോൾ മഹാനായ MT വാസുദേവൻ നായർ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ചെറുതുരുത്തി റെസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചായ കൊണ്ടു കൊടുക്കാനൊരു ഭാഗ്യം എനിക്ക് അന്നുണ്ടായിരുന്നു. അത് ഞാനൊരു നിധി പോലെ കാക്കുകയാണ്. ഹരിഹരൻ സാറും അതുപോലെ തന്നെ MT വാസുദേവൻ സാറും ഈ ഭാരതപ്പുഴയുടെ കൊടുമുണ്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് ആർട്ടിസ്റ്റ് മദ്രാസിലുള്ള കൃഷ്ണമൂർത്തി എന്ന ആർട്ടിസ്റ്റ് വടക്കൻ വീരഗാഥ സെറ്റിടുമ്പോൾ സെറ്റ് അന്ന് 4 ലക്ഷം രൂപയോളം ചെലവ് വരുത്തിയിട്ടുള്ള സെറ്റാടുന്നത് 35 വർഷങ്ങൾക്ക് മുമ്പ്. ആ സെറ്റിലേക്ക് ഇതൊന്ന് കാണാൻ ഞാൻ ചെന്നപ്പോൾ ഒരു കാർ വന്ന് നിൽക്കുന്നു. നോക്കുമ്പോൾ അന്ന് ഇറങ്ങുന്നത് MT വാസുദേവൻ നായരും അതുപോലെ തന്നെ ഹരിഹരൻ സാറുമാണ് ഇറങ്ങുന്നത്. ഹരിഹരൻ സാറും MT വാസുദേവൻ നായരും ഈ സെറ്റ് ഉണ്ടാക്കിയതിലേക്ക് 2-3 പ്രാവശ്യം നോക്കി ആർട്ടിസ്റ്റ് കൃഷ്ണകുട്ടീനെ വിളിക്കുക. കൃഷ്ണകുട്ടി, ഈ അങ്കത്തട്ട് കുറച്ച് ഉയരം കൂടുതലാണ്, ഈ അങ്കത്തട്ട് പൊളിക്കണം, പൊളിച്ച് മാറ്റണം. അതൊക്കെ അങ്ങനെ പറയണ കേൾക്കുമ്പോൾ ആ പഴയകാലത്തെ വടക്കൻ വീരഗാഥ വർഷങ്ങൾക്ക് മുൻപ് ഉണ്ണിയാർച്ചെടിയും ആരോമൽശേഖരയും ആ സംഭവങ്ങൾ നടന്ന ആ കാര്യത്തിൻ്റെ അന്നത്തെ ആ തട്ട് അങ്കത്തട്ട് എത്രത്തോളം വേണമെന്ന് പഠിച്ചിട്ടാണ് അവർ വരുന്നത്. വടക്കൻ നാട്ടിലെ ഇന്ന് നിലവിലുള്ള 10, 80, 90 വയസ്സായ ധീരന്മാരായ അന്നത്തെ പയറ്റ് നടത്തിയ പോരാളികൾ, അന്നത്തെ അഭ്യാസികൾ, അവരുടെ സ്വാധീനത്തിൽ ഇതിൻ്റെ മുഴുവൻ പഠിച്ചിട്ടാണ് MT വാസുദേവൻ നായരും അതുപോലെ തന്നെ ഹരിഹരൻ സാറും വരുന്നത്. 1 ലക്ഷം നഷ്ടം വന്നാലും അത്രയും കറക്റ്റിൽ അത് പൊളിച്ചു മാറ്റി വീണ്ടും ആർട്ടിസ്റ്റ് കൃഷ്ണകുട്ടി എന്ന് പറഞ്ഞ ആ ആർട്ടിസ്റ്റ് അത് പൊളിച്ചു മാറ്റി വീണ്ടും അത് നിർമ്മിക്കുകയാണ് ഉണ്ടായത്. ചതിയൻ ചന്തുവിന്റെ കൊടും ക്രൂരതകളെപ്പറ്റി നിങ്ങൾക്ക് എന്തറിയാം? ആവശ്യത്തിലേറെ. 3.5 പതിറ്റാണ്ട് മുൻപ് ചന്തുവും ആരോമലും ഉണ്ണിയാർച്ചയും തിയേറ്ററിൽ തീർത്ത ഒരു ഓളമുണ്ട്. അത് അന്നത്തെ തലമുറ ആവേശകരമായി സ്വീകരിച്ചു. ചെണ്ടങ്ങളും മേളങ്ങളും വാദ്യങ്ങളും കൂടി തിയേറ്ററിൻ്റെ മുന്നിൽ ആവേശകരമായി സ്വീകരിച്ചു അന്നത്തെ തലമുറ. അതേപോലെ തന്നെ ഇന്നത്തെ തലമുറയ്ക്കും വളരെ ആവേശകരമായി വളരെ ആഹ്ലാദിക്കാൻ വേണ്ടിയിട്ടുള്ള വടക്കൻ വീരഗാഥ തിയേറ്ററിലെത്താൻ പോവുകയാണ്. അതിൻ്റെ ട്രെയിലർ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ട് ആസ്വദിക്കാം. തിരഞ്ഞാണ് നിങ്ങളുടെ പോക്ക്? ഒരു മൊഴി ചോദിക്കാൻ ഇപ്പോഴും ബാക്കി കിടപ്പുണ്ടല്ലോ അച്ഛ. നിലവറയിൽ മുറിച്ചിരിക്കാൻ ഇപ്പോഴും വിറയ്ക്കുന്ന അച്ഛ. ചന്തുവിനെ ജയിക്കാൻ ഇവർക്കാവില്ല. നിനക്കും എന്നെ അറിയില്ല, ആർക്കും അറിയില്ല. അറിയാൻ ഞാൻ അവസരം തന്നില്ല. ആരെങ്കിലും ഒരാൾ എന്നെ അറിയണം. ചതിയൻ ചന്തുവിനെ കാണാൻ ഇനി വരുന്നത് പിറക്കാൻ പോകുന്ന എന്റെ മകനായിരിക്കും. ചന്തു ചതിക്കുമെന്ന് അന്നേ ഞാൻ പറഞ്ഞതായിരുന്നു. ചേകവൻ കണക്ക് തീർക്കുന്നത് പണമെറിഞ്ഞല്ല, ചുളികത്തലപ്പ് കൊണ്ടാണ്. ഞാൻ പറഞ്ഞു വെട്ടിയാലും തടുക്കാനാവില്ല മച്ചനാ.
അംഗമുറ കൊണ്ടും ആയുധബലം കൊണ്ടും ചതിയൻ ചന്തുവിനെ തോൽപ്പിക്കാൻ ആളായി പിറന്നവരിൽ ആരുമില്ല. ആരുമില്ല. മടങ്ങിപ്പോ. എന്താ ആവേശം, എന്താ രോമാഞ്ചം! രോമം എടുത്തു പിടിക്കല്ലേ ചന്തുവിൻ്റെ ആ ശബ്ദ ഗാംഭീര്യത. ആർക്കാ കഴിയുക? മമ്മൂട്ടിക്കല്ലാതെ ആർക്ക് കഴിയും? മലയാളത്തിൻ്റെ ഇതിഹാസ നടൻ മമ്മൂട്ടിക്കല്ലാതെ ആർക്കാ ചന്തുവായിട്ട് അഭിനയിക്കാൻ കഴിയുക? ബാലൻ കെ നായർ അതുപോലെ തന്നെ എല്ലാവരും. അന്നത്തെ തലമുറ, അന്നത്തെ ചന്തു, അന്നത്തെ വടക്കം വീരഗാഥ ഇന്നത്തെ പുതുതലമുറയ്ക്ക് കൂടി അതൊരു പാഠമാകട്ടെ. അതുകൊണ്ട് തന്നെ പുതുതലമുറയെ മുഴുവൻ തിയേറ്ററിലേക്ക് ക്ഷണിച്ച് ഈ പടം കാണണമെന്ന എനിക്ക് പറയാനുള്ളത്. അവർക്കതൊരു സ്വത്തായി, ഒരു പാഠ്യപുസ്തകം പോലെ, ഒരു അനുഭവമായി, ഒരു പാഠമായി ഇത് സ്വീകരിച്ച് ഇതിനെ കാണിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കുന്നു.